സോ ഹേ ഗൈസ്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ പ്ലഗിങ് എന്നിട്ടുള്ള ആപ്പിൽ പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ രോഹിത് മച്ചാനാണെങ്കിൽ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാക്കിയിട്ടുണ്ട്, ഇതിലേക്ക് ഇൻസ്റ്റാൾ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാക്ടറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ 9 ഇത് എന്തുട്ട് ട്രാക്ടറാണിത്? ഇത് നമ്മൾ ഇന്ത്യൻ വേർഷൻ ട്രാക്ടർ അല്ല, ഇത് ആള് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ട്രാക്ടറാണെന്ന് തോന്നണേ. ഇതിനൊക്കെ ട്രാക്ടർ എന്ന് വിളിക്കോടെ. ഇത് ട്രാക്ടറൊന്നും അല്ലടാ, ഇത് എന്ത് ട്രാക്ടർ ഇത്? സംഭവം എന്താ വെച്ചാൽ പൊളിച്ചിട്ടുണ്ട്, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ട്രാക്ടറിന്. ആ റാമ്പ് ചാടിപ്പിച്ച് നോക്കാം. ഇത് എന്തുട്ടാ സംഭവം? അവിടെ എന്തൊരു പുതിയ റാമ്പും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കണ്ട, നമുക്കിപ്പോൾ ഈ റാമ്പ് ചാടിപ്പിച്ച് നോക്കാം. വണ്ടിയുടെ സൗണ്ട് പോരാ ഗൈസ്, എല്ലാ വണ്ടിക്കും ഇപ്പന്മാരും ഒരേ സൗണ്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ട്രാക്ടറിനായാലും ഒരു മാറ്റമില്ല. ഇതെന്ത് ഗൈസ്? ഇത് മറ്റേ എന്താണ് ഇപ്പോൾ പറയുക, ഈ ചൈനയിലൊക്കെ പോയാൽ കാണാം ഒരു ടക്ക് നമ്മളെ നാട്ടിലുള്ള പോലത്തെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ഓട്ടോറിക്ഷയുടെ വേറെ മോഡലാണ് അവരുടെ നാട്ടിലെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു മോഡല് സംഭവം. അത് എന്തിട്ട് അതുപോലെ ഉണ്ട് ഈ ഒരു ട്രാക്ടർ കാണാനായിട്ട്. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഇതിപ്പോൾ കണ്ടാൽ ട്രാക്ടർ എന്ന് പറയില്ല, അത്ര തന്നെ ഉള്ളൂ. മറ്റേ ഓട്ടോറിക്ഷയുടെ വേറെ മോഡലാന്ന് പറയും. പിന്നെ നമ്മളെ പുതിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ഏതാണ് ഒരു മറ്റൊരു കാട്ടുപോത്തില്ലേ, കാട്ടുപോത്തല്ല പോത്താന്ന് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ സ്പോണാക്കി കാണിച്ചു തരാം, ഇവിടെ നിർത്താം. അതിൻ്റെ നമ്പർ എത്രയായിരുന്നു? 11 തോന്നുന്നത്. 11 അടിച്ചു നോക്കാം. 11 അടിച്ചാൽ എന്താ വരാൻ നോക്കാം. അല്ല തോന്നുന്നു കേസ്, അതിൻ്റെ നമ്പർ എത്രയെന്ന് ഞാൻ മറന്നല്ല. 8 അടിച്ചാൽ വരുമോ? 8 അടിച്ചാൽ അതാവില്ല വരെ ചിലപ്പോൾ. ഈ പക്ഷികളെ നമ്പറിൽ ഏതുകൊണ്ടൊരു നമ്പറാണ്, ഏതാണിപ്പോ? ചേടാ ഞാൻ നോക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമുക്ക് അതിൻ്റെ ചീറ്റ് കോഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അറിയാണ്ട് 10 എന്ന് പറഞ്ഞേ, 10ൻ്റെ ഒരു 1 കുറച്ചാൽ മതിയായിരുന്നു. അല്ല 11, 10 അടിച്ചാലേ വരാം. ഇതെന്തുട്ടേ ഗൈസ്, ഓട്ടോമാറ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോണി. നമുക്ക് അതിനെ പുറത്ത് കയറാൻ പറ്റുമോ? എടാ നമുക്ക് ഇതിനെ പുറത്ത് കയറാൻ പറ്റില്ല, എടുക്കാൻ പറ്റുമോ ഇതിനെ? അയ്യോ എന്നെ കുത്താൻ വരണടാ, ഇത് കുത്താൻ വരുന്നത്. ഇതിന്റെ കണ്ണൊക്കെ റെഡ് കളറായിട്ടുണ്ട്. ചത്തി. എടാ ഇന്ന് ഓർഡർ ചെങ്ങായി ചത്ര. ഈ സംഭവം ടാസ്ക്കാണ്. ഇതിന്റെ കണ്ണൊക്കെ ചോക്കുന്നുണ്ട് നമ്മൾ അടിക്കാൻ വരുന്ന സമയത്ത്. ഗൈസ് അഗൈൻ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ആ ഒരു എൻ്റെ പേര് ഞാൻ മറക്കണം. ആ പോത്തിനെ ഒന്നും കൂടി വിളിക്കട്ടെ ഗൈസ്. പോത്തിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാണ്ട്. ഈ പോത്ത് ഇതെന്തുട്ടാ ഇവനെന്താ ഇവിടെ അടക്കണ്? കണ്ട ഇതിനെ ഇടിക്കുമ്പോൾ കണ്ടോ കേട്ടോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അടുത്ത് ഇടിക്കേണ്ടി വരും. പക്ഷെ ഇവൻ ഇങ്ങോട്ട് ഇത് എന്തുട്ടാ ഇതിൻ്റെ ഉള്ളിൽ ബഗ് അടിച്ച് നിൽക്കണേ. നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് വിളിക്കാം അവനെ. വേഗം ഓടിക്കൂടി വരാം. എത്രയായിരുന്നു അതിൻ്റെ നമ്പർ? ചീറ്റ് കോഡ് എത്രയായിരുന്നു? 10 10 അപ്പോൾ ഈ ഒരു ട്രാക്ടറും ഈ ഒരു എന്താണ് ഇതിൻ്റെ പേര്, പോത്തിൻ്റെ നമ്പറും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അല്ല നമ്പറല്ല, എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനത് ട്രാക്ടറോട് വിളിച്ചേക്കട്ടെ. പോത്തിനെ അടിച്ചിട്ട് നമുക്ക് വേഗം കയറി പോവാനുള്ളതാണ്. എന്തിനാ പോത്ത് ഗൈസ്? പോത്തിനാണല്ലോ. എടാ ഈ പോത്ത് എവിടേക്ക് പോയി? ഈ പോത്തിനെ കൊണ്ടല്ലാത്ത കഷ്ടല്ല. ഈ പോത്തല്ല അവിടെ കൂടി കളിക്കണം. ഇതെന്താണിത്? നമുക്ക് ഗണ്ണെടുത്ത് ജസ്റ്റ് വെടി വെച്ചാൽ അവർ പിന്നാലെ വരുമോ? വരില്ല. എടാ വരുന്നുണ്ട്. നമ്മളതിനെ വെടി വെച്ചപ്പോൾ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. കേറി. എടാ ഇത് കുത്താൻ വരുന്നു. എടാ മോനെ, ഇയാളെ വരെ കുത്തുവോ? NPCകളൊക്കെ വന്ന് കുത്തുവോ? ഞങ്ങളെ പിന്നാലെ തന്നെ ഉണ്ട് ഇയാൾ. ഇത് സീനാണ് കേട്ടോ, ഇത് സീനാണ്. ഇത് നമ്മളെ ട്രാക്ടറൊക്കെ മറിച്ചിടാൻ നോക്കണ്ട. നമ്മളിപ്പോൾ അതിനെ റാമ്പ് ചാടിപ്പിച്ച് നോക്കാം. റാമ്പ് ചാടാൻ വരുമോ? ഇങ്ങോട്ടേക്ക് വാ. എടുക്കുവാടാ പോത്തെ. അതെന്തിറാ കേറുന്നുണ്ട്? വരട്ടെ. ഇതെന്തോടനെ കാണുന്നത്? ഇതെന്താണ് ഗൈസ്? ഇത് നമ്മളെ നാട്ടിലത്തെ പോത്തിനാട്ടി കഷ്ടല്ല കുത്താൻ. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുത്താൻ ഓടിണ്ട് വരും. ഇത് ഇവിടുന്ന് വരുന്ന വരവ് വേണ്ട. വരിക അങ്ങോട്ട് കയറുക. എടാ ഇത് റാമ്പ് കയറുന്ന പോത്താ. എവിടെ? പോത്തിനെ കാണുന്നില്ല. പോത്ത് റാമ്പ് കയറില്ല ഗൈസ്, കാരണം അവരവിടെ ബഗ് അടിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയിരിക്കുള്ളൂ. എടാ പോത്തത് കുത്താൻ വരുന്നു.
ഓടി 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 വണ്ടി എടുത്ത് ഓടിക്കാൻ കണ്ട വഴി. നമ്മൾ ഈ ലംബോർഗിനിക്കാരനെ ബാക്കിൽ പോയിരുന്ന സൈഡിൽ പോയിരുന്ന അവര് നമ്മളെ വന്ന് കുത്തുവോ? ലംബോർഗിനിക്കാരനെ വന്ന് കുത്തുവോ? എടാ ഈ പോത്ത് ഇതെന്താ സ്ലോ മോഷൻ കളിച്ചു വരുന്നേ? അപ്പൊ മനസ്സിലാക്ക ട്രാക്ടറിന് സ്പീഡ് കൂടുതലിന്ന്. എടാ കുത്രോനെ ഡാ ഇത് സൗണ്ട് കേട്ടോ നിങ്ങള്? അത് ചത്ത സൗണ്ടാണ് ഗൈസ് കേട്ടത്. അതാ വണ്ടി പിടിച്ചിട്ട് ചത്തിരിക്കണ്. കണ്ടാടൊക്കെ എടുക്കണ്. ചത്തപ്പോ എന്താ ഇങ്ങനത്തെ സൗണ്ടൊക്കെ? അപ്പൊ വണ്ടി കൊണ്ട് ഇടിച്ചു കൊന്ന അവൻ ചാവൂലേ? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യണ്ട്. ഇനിയിപ്പോ എന്താ ഗൈസ്, ഇതില് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ആന വന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഒരു ട്രാക്ടറും പിന്നെ ഒരു കാട്ടുപോത്തല്ല പോത്ത് ആണ്. ഇതെന്നിട്ട് ഗൈസ്, ഈ സംഭവത്തിന് മുകളിൽ ഞാൻ കുറെ കാലമായി കയറണം എന്ന് വിചാരിക്കണേ. നമുക്കിപ്പോൾ കയറി വെക്കാം. നമ്മളെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ സീൻ തന്നെയാണ്. ഇതെന്തുട്ടാ ഗൈസ്, ഈ റാമ്പ് ചടിപ്പിച്ചോ നമുക്ക്. ഇത് ഒരു വട്ടത്തിലുള്ള റാമ്പാണ്. ട്രാക്ടറിനെ കൊണ്ട് പറ്റുമോ ഗൈസ്? എടാ ട്രാക്ടർ സീന്, ട്രാക്ടർ വേറെ ലെവൽ തന്നെ. ഞാൻ ഈ ട്രാക്ടറും കൊണ്ട് ഞാൻ ഒരു മേലെ കണ്ട റാമ്പ് ഉണ്ടല്ലോ, അതാ കാണുന്ന നീല, അങ്ങോട്ട് ഇപ്പം എങ്ങനെ കയറും ഞാന്? അല്ല അങ്ങോട്ട് ഇപ്പോൾ വണ്ടി എങ്ങനെ കൊണ്ടുപോകും ഗൈസ്? അതാണ് പിന്നെ ഒരു ഇത് എൻ്റെ ഒരു സംശയം. വണ്ടി എങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുപോകും ഞാൻ? അവിടുന്ന് ചാടി ഒന്ന് കയറ്റണോ? അല്ലെ നമുക്ക് മറ്റേ ജെറ്റ് പാക്ക് എടുത്തിട്ട് കയറി വെക്കാം. എന്നിട്ട് ഗൈസ് ട്രാക്ടർ ഓട്ടോമാറ്റിക്കായി പോണ്. ഓക്കെ, നമ്മളെ ഒരു 330 അടിച്ച വരുന്ന ഒരു ജെറ്റ് പാക്ക് ഉണ്ടല്ലോ, എടുത്തിട്ട് പോവാം. അല്ലാണ്ട് 320 അടിച്ച ഒരു ജെറ്റ് പാക്ക് വരും. അതാണ് ഇത്തിരി കൂടി കൺട്രോൾ കിട്ടുന്ന ഒരു ജെറ്റ് പാക്ക്. ഇതന്നെയാണ്. ഇവിടെ കയറിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, വന്നിട്ടുണ്ട്. കഴിഞ്ഞ് ഇതിന്റെ പമ്പരം കറങ്ങി പിടിച്ച് വരാൻ ഇത്തിരി ടൈമാണ്. ഇല്ലല്ല, വന്നിട്ടുണ്ട്. നമ്മളെ മറ്റേ ജെറ്റാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ടാസ്ക് ആണ് വരാൻ വേണ്ടിയിട്ട്. അയ്യോ, ആ സംഭവം കഴിഞ്ഞ അവിടെയാണ്. ഇതിന് മുകളിൽ കൂടെ വണ്ടി സ്പോണാക്കി വരുമോ? എന്തുട്ടാണ് ഗൈസ് വരുന്ന? ഇതെന്തോ റാമ്പാണാ? ഈ ഒരു സംഭവം ഇപ്പോൾ ഞാൻ അപ്ഡേറ്റിലൊന്നും കണ്ടില്ലല്ലോ. ഇതിനുള്ളിൽ കയറാൻ പറ്റണാവോ? ഓ മോനെ, അത് സീൻ തന്നെ. ഇതിനുള്ളിൽ കയറാൻ പറ്റുമെന്തോ? ഇതെന്ത് റാമ്പാണ് ഗൈസ്? അവിടെ അറ്റം വരണ്ടല്ലേ? നമുക്ക് വണ്ടി വിളിച്ചിട്ട് പോകാൻ പറ്റുമോ? വണ്ടി വരുമോ എന്തോ? നമ്മളെ ട്രാക്ടറിനെ നമുക്ക് വിളിക്കാം. വന്ന് ഇതിനുള്ളിലേക്ക് വരൂ കേട്ടോ. ഇതൊരു റാമ്പാണ്, ഞാൻ പറഞ്ഞില്ല. എന്തായാലും ട്രാക്ടറിന്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഒരു NPC ഉണ്ടാവില്ല, ഒരു കാറ് പോലും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ഇതിന്റെ ടോപ്പ് സ്പീഡ് നിങ്ങൾക്ക് അറിയാലോ, അധികം ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്പീഡ് തന്നെയാണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയാച്ചാ. പക്ഷെ ഇതിലേക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, ഇവരെല്ലാ വണ്ടിക്കും ഓരോ സൗണ്ടാണ് കൊടുത്തിരിക്കണത്. അതാണ് ഇത്തിരി പോരായ്മയായിട്ടുള്ള കാര്യം. ഇതെന്തോ കഴിഞ്ഞാ? ഇതെന്ത് റാമ്പാണ്? പിന്നെ എന്തൊക്കെ കാണാതെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ്. മാറിക്കങ്ങണ്ട് ബുഗാട്ടിനൊക്കെ ഇടിച്ചിട്ട് പോവും നമ്മുടെ ട്രാക്ടർ. ഈ ട്രാക്ടർ ഇടിച്ചെന്തെങ്കിലും ഇതിന്റെ കൊഴിഞ്ഞു പോവോ? ഇടിച്ചെന്തെങ്കിലും പൊട്ടുമെന്ന് നമുക്ക് നോക്കാം. അവിടെ ആ വീടുമ്പോ പോയി ഇടിക്കാം. ആ ഒരു ചുവപ്പ് വീടിന്റെ ഗാരേജ് ഉണ്ടല്ലേ, പോയി ഇടിക്കാം. ഇത് ഇടിച്ചു നോക്കാം. എടാ ഇടിച്ച സൗണ്ട് പോലും ഇല്ല. പിന്നെ ഇത് എന്ത് വണ്ടിയാ? ഇടിപ്പിക്കുമ്പോ സൗണ്ട് പോലും ഇല്ലാത്ത വണ്ടിയാ. അത് എന്ത് വണ്ടിയാടേ? ഈ വണ്ടി പോരാ. ഈ ഒരു ട്രാക്ടറിന്റെ ഡിസൈനും പിന്നെ ഇതിന്റെ ഒരു ഇതും കണ്ടിട്ട് നിങ്ങൾക്കൊരു ഇന്ത്യൻ ട്രാക്ടറാന്ന് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ചൈനയിൽ ഉപയോഗിക്കണം. മറ്റേ ഇതിന് ട്രാക്ടറാന്ന് പറയാനിപ്പോ എന്തല്ലേ? ഇത് ട്രാക്ടറൊന്നുമല്ല, വെറുതെ ഒരു ലോറിയുടെ വേറെ മോഡല്, ട്രക്കിന്റെ ഒക്കെ ഒരു വേറെ മോഡൽ വണ്ടിയാണ്. ഇത്തിരി ഈസി ഒക്കെ ആയിട്ടുള്ള ഒരു വണ്ടി മോഡലാണ് പറയാ. കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടു ഇതിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഇത് ഓടിക്കാൻ നല്ല സുഖമുണ്ട്, നൈസാണ്. ഇതിന്റെ ടയറൊക്കെ കണ്ടാൽ. പിന്നെ ഇതിന്റെ എഞ്ചിൻ ഫ്രണ്ടിലായി കാണുന്നുണ്ട്, ഒരു ജനറേറ്റർ പോലത്തെ ഒരു എഞ്ചിനാണ്. ഏതൊരു പണ്ടത്തെ മോഡൽ വണ്ടി ഇറക്കിയതാവും അവര്. ട്രാക്ടറാന്നുള്ള നിലയിൽ ഒരു ട്രാക്ടറിന് മറ്റേ പുല്ല് പറിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കായിരുന്നു ഇവർക്ക്. ബട്ട് അവരിതൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാക്ടറും ഇല്ലാത്തൊരു രീതിയിലാണ് നമുക്കിത് തോന്നാം. ബാക്കിലൊരു ഇരുന്ന് പോവാനുള്ള സെറ്റപ്പ് തോന്നുന്നു ഇതിന് ബാക്കില്. അപ്പൊ ഇതെങ്ങനെ എടുക്കേണ്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഗൈസ് നിങ്ങൾ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് GT അല്ല ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ പ്ലഗിങ് ഓപ്ഷൻ കയറ്റണം. ഈ ഒരു ആപ്പ് കയറ്റണം. ഇവിടെ നമ്മളെ ചീറ്റ് നയനടിച്ചാൽ നമ്മൾ ട്രാക്ടറിൻ്റെ ഒരു ഇതുണ്ടാവും. അവിടെ സെലക്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലോട്ട് കയറണം. നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലോട്ട് കയറി ഇവിടെ പ്ലഗിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാളിന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫയൽ ഇവിടെ ഓൾറെഡി ലോഡാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ലോഡാക്കുമ്പോൾ നിങ്ങൾ ഒരു ആഡ് കണ്ടിട്ട് അതൊന്ന് സ്കിപ്പ് അടിച്ചിട്ട് ഇവിടെ ഫയൽ ലോഡിടുന്ന് കാണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ടർ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്താറുള്ള ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ച് ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.